ടൈപ്പ് മീനാണ്. ഇതാണ് അടിപ്പൻ. ഹലോ, ഇറ്റ്സ് മീ പ്രിൻസ് മാത്യു. PVM വ്ളോഗ്സിന്റെ പുതിയൊരു വ്ളോഗിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പോകുന്നത് കുറച്ച് നല്ല ഫ്രഷ് മീൻ മേടിക്കാനായിട്ട് കൊല്ലം ജില്ലയിലെ അഴീക്കൽ ഹാർബറിലേക്കാണ്. അതിന്റെ വിശേഷങ്ങളാണ് നമുക്ക് ഈ വ്ളോഗിൽ കാണാൻ പറ്റുന്നത്. സോ ലെറ്റ്സ് ഗോ. അങ്ങനെ നമ്മളിപ്പോൾ അഴീക്കൽ ഹാർബറിന്റെ തൊട്ട് ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. ഇനി ഇവിടുന്ന് അകത്തോട്ട് കയറണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് ടിക്കറ്റ് എടുക്കണം. ഇതാണ് ടിക്കറ്റ്. ഒരു ടിക്കറ്റിന്, അതായത് ഒരു ബൈക്കിന് 10 രൂപയാണ്. ബാക്കി വിശേഷങ്ങൾ നമുക്ക് അകത്ത് പോയി കാണാം. നമ്മളിപ്പോൾ ഹാർബറിനകത്ത് എത്തിയിട്ടുണ്ട്. ഈ കുറേ കാണുന്നതെല്ലാം ഇപ്പോൾ പിടിച്ചുകൊണ്ട് വന്ന മീനുകളാണ്. ഈ സൈഡിൽ അതായത് റീറ്റെയിലായിട്ട് ഇവിടെ മെയിനായിട്ട് ഹോൾസെയിൽ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ ലേലത്തിലാണ് ഇവിടെ മീൻ എടുക്കുന്നത്. കാരണം ഇവിടുന്ന് മേടിച്ച് ചില്ലറയ്ക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ചില്ലറായിട്ട് റീറ്റെയിലായിട്ട് നമുക്ക് മീൻ കിട്ടും. ഇവിടെ ലേലമല്ല, ഇവിടെ ഒരു ഫിക്സഡ് പ്രൈസ് ആയിരിക്കും. ഇവിടെ ആ പ്രൈസ് മേടിക്കണം. ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാം കണവയുടെ ലേലം നടന്നുകൊണ്ടിരിക്കുക. ആണ് കണവ. നല്ല രീതിയിൽ എക്സ്പോർട്ടായി പോകുന്നൊരു ഐറ്റമാണ്. ഇത്രയും കണവയ്ക്ക് 6000 രൂപയാണ് ലേലം വിളിച്ചേക്കുന്നത്. 5:30 മണിക്ക് തുടങ്ങിയിട്ട് അയില വരുന്നുണ്ട്, മത്തി വരുന്നുണ്ട്, കൽപ്പുഴ വരുന്നുണ്ട്, തമിഴ്നാട്, കണ്ണൂർ, മലപ്പുറം ആ ഭാഗങ്ങളെല്ലാം പോകുന്നുണ്ട്. 900 രൂപ, 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 900 900 900 രൂപ, 900 രൂപ, 900 രൂപ, 900 രൂപ. ഇത്ര അതിലേക്ക് 900 രൂപ വിളിച്ചേക്കുന്നത്. ലേലം ഉറപ്പിച്ചിരിക്കും 900 രൂപ. ഇത്രയും മീന് നല്ല പറഞ്ഞിരിക്കുന്നത് 150. ഇപ്പോൾ അതിനകത്ത് ഒരാൾ 200 വിളിച്ചിട്ടുണ്ട്. നിങ്ങൾ നോക്കണം, ഇത്രയും മീൻ, അതായത് ഒരു കൊട്ട നിറച്ചുള്ള മീനാണ് കുടഞ്ഞിട്ടേക്കുന്നത്. ഇത്രയും ഫ്രഷ്, ഒരു ഐസ് പോലും ഇട്ടിട്ടില്ല ഇതിനകത്ത്. ഒരു ഐസ് പോലും ഇടാത്ത ഫ്രഷ് മീനാണ് നമുക്ക് ഇവിടെ വന്ന് കിട്ടുന്നത്. ഇതൊരു പ്രത്യേക ടൈപ്പ് മീനാണ്. ഇതിന് ഇവിടെ ചോദിച്ചും പറഞ്ഞു, ഇതിന് പേരൊന്നുമില്ല, മുള്ളുമീൻ എന്നാണ് ഇവർ പറയുന്നത്. കാരണം ഇതിന് കഴിക്കാനൊന്നും കൊള്ളത്തില്ല. കടലിലുള്ളൊരു പ്രത്യേകതരം മീനാണ് കേട്ടോ, മുള്ളുമീൻ. ഇതിന് ഇവർ തന്നെ ഇട്ട പേരാണ് മുള്ളുമീൻ. അങ്ങനെ നമ്മളിപ്പോൾ ഫിഷിംഗ് ബോട്ടിനകത്ത് കയറിയിരിക്കുകയാണ്. ഇതിന്റെ വിശേഷങ്ങൾ നമുക്കിനി ബാക്കി കാണാം. ഇതാണ് ഫിഷിന്റെ സ്റ്റോർ ചെയ്യുന്നത്, അതായത് കടലിൽ നിന്ന് പിടിക്കുന്ന മീനുകളെ സ്റ്റോർ ചെയ്യുന്ന സെക്ഷനാണ്. നമ്മുടെ ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ അത് ഇറങ്ങിക്കോളാൻ പറഞ്ഞിട്ടുണ്ട്. കമ്പാർട്ട്മെന്റിലോട്ട് ഇറങ്ങും. നമ്മളിപ്പോ ഫിഷിംഗ് ബോട്ടിന്റെ അകത്ത്, അതായത് മീനുകളെ, അതായത് കടലിൽ പിടിക്കുന്ന മീനുകളെ സ്റ്റോർ ചെയ്യുന്ന ഇടത്തേക്ക് നമ്മൾ ഇറങ്ങി. ഭയങ്കര തണുപ്പ് അതിനകത്ത്. ഓരോ കമ്പാർട്ട്മെന്റായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. നമുക്കിവിടെ കാണാം, പല ടൈപ്പിലുള്ള മീനുകളെ നമുക്കിവിടെ കാണാം. കമ്പാർട്ട്മെന്റ് ഫുൾ ഈ ഐസിന്റെ തണുപ്പ് നമുക്ക് അറിയാൻ പറ്റും. ഏകദേശം ഒരു 10-12ഓളം, ഒരു സൈഡിൽ തന്നെ ഒരു 10-12ഓളം ക്യാബിൻസ് ആക്കി തിരിച്ചാണ് മീനുകളെ സെപ്പറേറ്റ് ചെയ്ത് വെക്കുന്നത്. ഇതാണ് അടിപ്പൻ. ഏറ്റവും ബെസ്റ്റ് ടേസ്റ്റുള്ള മീനാണ് പറഞ്ഞേക്കുന്നത് ചേട്ടൻ. ഞണ്ടിന്റെ കാലിന്റെ സൈസ് ഉണ്ടാ, മണ്ടൻ സൈസുള്ള ഞണ്ടുണ്ട്. മനസ്സിലായിട്ട് മീനൊക്കെ ഇറങ്ങിയതിനു ശേഷം ക്ലീനിങ്
പ്രോസസ്സിലാണ്. ലാസ്റ്റ് വെള്ളം ഒഴിച്ച് ഓസിട്ട് കഴിക്കൊണ്ടിരിക്കുക. ലാസ്റ്റ് പ്രോസസ്സാണ് ഇത്. അങ്ങനെ നമ്മൾ കമ്പാർട്ട്മെന്റ് എല്ലാം പരിശോധിച്ച് തിരിച്ച് ഹോട്ടലിലോട്ട് കയറിയിരിക്കുക. വസുദേവ് എന്ന് പറഞ്ഞൊരു നമ്മുടെ ബോട്ടിലാണ് നമ്മൾ കയറിയത്. ചേട്ടന്മാരെല്ലാം നല്ല മൈൻഡായിരുന്നു, നമുക്ക് നല്ല കോപ്പറേറ്റീവ് ആയിരുന്നു. ഇപ്പം ബോട്ട് ചെറുതായിട്ട് അനക്കിയിട്ടുണ്ട്. തിരിച്ചിടാനാണ്. നമുക്കിവിടെ കാണാം വലിയ വലിയ ഫിഷിംഗ് ബോട്ടുകൾ. ഏകദേശം ഒരു 4 ദിവസമെങ്കിലും എടുത്താണ് ഇവർ ഫിഷിങ്ങിന് പോയിട്ട് തിരിച്ച് ഈ സ്ഥലത്ത് വരുന്നത്. അങ്ങനെ നമ്മൾ ഈ വീഡിയോയിലൂടെ അഴീക്കൽ ഹാർബറിന്റെ വിശേഷങ്ങളും ഇവിടുത്തെ ലേലമണിയും മാത്രമല്ല ഒരു പ്രത്യേക എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മളുടെ ബോട്ടിൽ കയറി അതിനകത്ത് മീൻ വെക്കുന്ന കമ്പാർട്ട്മെന്റുകൾ കണ്ടിട്ട് ഒരു പ്രത്യേക എക്സ്പീരിയൻസ് ആയിരുന്നു. ലൈഫിൽ തന്നെ ഒരു പ്രത്യേക എക്സ്പീരിയൻസ് ആയിരുന്നു കിട്ടിയത്. അതിന്റെ വിശേഷങ്ങളെല്ലാം നമ്മൾ ഈ വീഡിയോയിലൂടെ കണ്ടു. തുടർന്ന് നല്ല നല്ല വീഡിയോകളുമായി പുതിയൊരു വ്ളോഗിലൂടെ PVM വ്ളോഗ്സിൽ കാണുന്നതായിരിക്കും. ബൈ.